എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ഞായറാഴ്ച ദിനാശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഞാനങ്ങനെ ഇതുപോലെ ഡയറക്റ്റായിട്ടൊന്നും വന്നിരുന്ന് അധികമൊന്നും സംസാരിച്ചിട്ടില്ല. എല്ലാം ഒരു ചെടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതിയുടെ ഭംഗിയെ ഫോക്കസ് ചെയ്തുകൊണ്ടോ ഒക്കെ മാത്രമേ ഞാൻ എൻ്റെ ചാനലിലൂടെ വന്നിട്ടുള്ളൂ. എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ ചിന്തകൾ പൂക്കുന്നിടം എന്നാണ്. അതിലൂടെ എൻ്റേതായിട്ടുള്ള കുറേ വാക്കുകളും മഹത്വചനങ്ങളും കവിവചനങ്ങളും പിന്നെ കവിതാലാപനം, ഗദ്യം, ഡബ്ബിങ്, പിന്നെ ശുഭദിനം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ ഷോർട്സിലൂടെ കിട്ടുന്ന സോങ്സ് വെച്ച് ഓരോ ഫോട്ടോയിലൂടെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഗാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അതായത് ഈ ഒരു 2020 മുതലാണ് ഞാനിങ്ങനെ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നത്, യൂട്യൂബ് എടുക്കുന്നത്. യൂട്യൂബിൽ 2021 മുതലാണ് ഞാൻ വരുന്നത്. എനിക്ക് സബ്സ്ക്രൈബർ ഏതാണ്ട് 2400ഓളം ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു പ്രോഗ്രാം, എൻ്റെ മനസ്സിൻ്റെ സന്തോഷം, അത് എൻ്റെ സൗഹൃദങ്ങളിലോട്ടും എത്തുന്നെങ്കിൽ എത്തിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. കാരണം കുട്ടിക്കാലത്ത് മുതലേ എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ളതാണ് ഇങ്ങനെ വേദിയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യാറ്. പക്ഷെ അതൊന്നും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടോ അങ്ങനെയൊന്നും കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വേദിയിലും, എൻ്റെ കല്യാണത്തിനുള്ള വേദി കയറുന്ന മാത്രമല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണ പന്തലിൽ അല്ലെങ്കിൽ ഏതൊരു കല്യാണ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ വേദി കയറുന്നതല്ലാതെ ഞാൻ എൻ്റേതായിട്ടൊരു ശബ്ദം വെച്ചുകൊണ്ടുള്ള ഒരു വേദിയിൽ ഞാൻ കയറിയിട്ടില്ല. പക്ഷെ അതിനൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ ഈ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഈ സാധിച്ചത് നമ്മുടെ മീഡിയയ്ക്ക് ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ മീഡിയയോട് ആദ്യമേ ഒരു താങ്ക്സ് പറയുന്നു. പിന്നെ ദൈവത്തിനോട്, പിന്നെ അക്ഷരങ്ങൾ കൊണ്ടുള്ള, അക്ഷരങ്ങളെ സ്നേഹിച്ച് അക്ഷരങ്ങളുടെ പ്രിയ തോടി എന്നൊക്കെ ഞാൻ എന്നെ വിശേഷിപ്പിക്കാറുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വായിക്കാനും, വായിച്ചിട്ട് അതിൻ്റെ നല്ല കോട്ടഡ് ലൈൻസൊക്കെ ഇങ്ങനെ പറയാനും ഒക്കെ, അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഒത്തിരി വായിച്ചിട്ട് അതിലുള്ള ഓരോ ആശയങ്ങൾ വെച്ചുകൊണ്ടുള്ള ഓരോ ഇതും എല്ലാം ഇഷ്ടമാണ്. അപ്പം ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമാ ഗാനം പാടുവാനാണ്. ഞാനൊരു ഗായികയും അല്ല, സംഗീതം പഠിച്ചിട്ടുമില്ല, സ്വരസ്ഥാനമോ ശ്രുതിമാധുര്യമോ പിന്നെ ശ്രുതിയോ രാഗമോ ഒന്നും അങ്ങനെയില്ല, സംഗതികളെല്ലാം ഒന്നും അത്രയില്ല. പക്ഷെ എന്നാലും പാടണമെന്നൊരാഗ്രഹം ഞാൻ പലതവണ ചൊല്ലിയിട്ടുള്ളതാണ്. എനിക്ക് ഈ ഗാനം എന്നെല്ലാമൊക്കെ പറയുമ്പോഴും പലതും ഇങ്ങനെ മനസ്സിൽ പാടാൻ ഇങ്ങനെ ഉണ്ടെങ്കിലും പെട്ടെന്ന് എനിക്ക് വരുന്നത് എപ്പോഴും ONV മാഷിൻ്റെ ഒരു വട്ടം കൂടി എന്നത് മാത്രമേ വരുള്ളൂ. എന്താണെന്നറിയില്ല, പല സിനിമാ ഗാനങ്ങളും ഉള്ളിലുണ്ടെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് വരുമ്പോൾ അത് മാത്രമേ വരുള്ളൂ, ONV മാഷിൻ്റെ ആ ഒരു കവിത. അപ്പോൾ അത് തന്നെ, അത് സിനിമാ ഗാനമുണ്ട്, ചില്ലിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗാനം തന്നെ ഞാനിവിടെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു വട്ടം കൂടിയെന്നോ മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം, മരമൊന്നൊലുത്തുവാൻ മോഹം. പടരുന്ന കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം, സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം, തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ന് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നൊര കുയിലിൻ്റെ പാട്ട് കേട്ടെതിർപ്പാട്ട് പാടുവാൻ മോഹം, അത് കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം,
പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ മോഹം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു കവിത എന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണല്ലേ. കാനേനെ ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടു മലാളെ. ഭാവനലോലെ നായകനായി നീ പോവുക പോവുക ജീവനാഥ. അങ്ങനെ പിന്നെ അടുത്തൊരു സിനിമാ ഗാനം കൂടെ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാട്ടി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. ദേവനും നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയി ദൂരെ നടിച്ചു നിന്നവളെ. ദേവനും നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയി ദൂരെ നടിച്ചു നിന്നവളെ. മണ്ണിലെ നിന്നിലെ ചാരത്ത് ദേവനിന്ന ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. ഇപ്പം എത്ര പാടിയാലും മതിവരാത്ത കുറേ നല്ല ഗാനങ്ങളാണ് മനസ്സിലെപ്പോഴും ഉള്ളത്. അടുത്തൊരു ഗാനം എന്ന് പറയുന്നത് പൊന്നാന കുന്നിന്മേ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിലും ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. അങ്ങനെ എത്രയോ മനോഹര ഗാനങ്ങൾ. അങ്ങനെ കുറച്ച് ഗാനങ്ങളുമായിട്ട് ഞാൻ എൻ്റെ പ്രിയ കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയതാണ്. മറ്റൊന്നുമല്ല, ഒരു സന്തോഷം. ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ. നാളെ ഇനി എന്താണ് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് എന്താണെന്ന് പോലും പറയുവാൻ പറ്റാത്ത കാലവും സാഹചര്യവുമാണ്. അപ്പം അതിനിടയിൽ നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്താണോ അത് അന്യരെ ദ്രോഹിക്കാത്ത ഏത് സന്തോഷമാണെങ്കിലും നമുക്കത് പകർന്നു വയ്ക്കാം. നമുക്കതിനുള്ള കൂട്ടുകാർ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക വഴി നമ്മുടെ ആനന്ദം അവരിലേക്കും പകരുക വഴി നമ്മുടെ മനസ്സിനും അവർക്കും എല്ലാവർക്കും ഒരു നല്ല സന്തോഷത്തിന് വഴിതെളിക്കട്ടെ, തിരിതെളിക്കട്ടെ. വീണ്ടും കാണാം ഇതുപോലെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.